ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 23 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇന്നലെ തിയേറ്ററിലെത്തിയ 6 മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയത് നരിവേട്ട തന്നെയാണ്. 2003 വിവാദമായ മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥ രചിച്ച ഈ സിനിമ അനുരാജ് മനോഹറാണ് സംവിധാനം ചെയ്തത്. ഒരു ഇമോഷണൽ പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമയിൽ ടോവിനോ തോമസിനൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, തമിഴ് നടൻ ചേരൻ, ആര്യ സലീം എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. 10 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,70,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 1,90,00,000 രൂപയുമാണ്. വിദേശ കളക്ഷനായി ആദ്യ ദിവസം 70,00,000 റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 2,60,00,000 ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജലനാണ് ഇന്നലെ തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്ദ്രനിൽ GK, രാഹുൽ ജി എന്നിങ്ങനെ രണ്ടുപേരെ ചേർന്നാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ ഇന്നലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 57,00,000 രൂപയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതേസമയം ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 80-85 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നലെ മെയ് 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മൂന്നാമത്തെ മലയാള സിനിമ ആസാദിയാണ്. ശ്രീനാഥ് വാസി, സൈജു കുറുപ്പ്, ലാൽ, രവീന രവി എന്നിങ്ങനെയാണ് താരങ്ങൾ. സാഗർ ഹരി തിരക്കഥെഴുതിയ ഈ സിനിമ ജിയോ ജോർജാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ ഇന്നലെ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 8 ലക്ഷം രൂപയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം രൂപയുമാണ്. ആര്യൻ വിജയ് സംവിധാനം ചെയ്ത 916 കുഞ്ഞൂട്ടൻ ഇന്നലെ തിയേറ്ററിലെത്തി. ഗിന്നസ് ഫക്രു അജയൻ, ടിനി ടോം, രാകേഷ് സുബ്രഹ്മണ്യം, ഡയാന ഹമീദ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപയാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന സിനിമ ഇന്നലെ തിയേറ്ററിലെത്തി. അർജുൻ T. സത്യനാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വിജയ് സേതുപതി നായകനാകുന്ന തമിഴ് റൊമാന്റിക് ക്രൈം കോമഡി ചിത്രമാണ് യേസ്. അറുമുഖകുമാർ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ രുക്മിണി വസന്ത്, യോഗി ബാബു, VS അവിനാശി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട്ടിൽ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 75 ലക്ഷം രൂപയാണ്. നിലവിൽ ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 1,10,00,000 രൂപയുമാണ്. അന്തരിച്ച മലയാളിയായ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ബോളിവുഡ് സിനിമയാണ് കപ്പ് കാപ്പി. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് 2023 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന രോമാഞ്ചം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കാണ് ഈ സിനിമ. തുഷാർ കപൂർ, ശ്രേയസ് തൽപാടെ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 26 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 29 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. കരൺ ശർമ്മ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഫൂൾ ചുക്ക് മാഫ്. ഈ സയൻസ് ഫിക്ഷൻ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മഡോക്ക് ഫിലിംസ് ആണ്. രാജ്കുമാർ റാവു, വാമിക ഗബ്ബി, സഞ്ജയ് മിശ്ര, രഘുബീർ യാദവ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 7,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 9,80,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.